വയനാടിൻ്റെ ദുരന്തഭൂമി വീണ്ടെടുക്കുന്നതിൽ കേരളത്തിലെ യുവതലമുറയുടെ പങ്ക് തീർച്ചയായിട്ടും നമ്മൾ എടുത്തു പറയണം. കയ്യും മെയ്യും മറന്നായിരുന്നു അവർ അവിടെ പ്രവർത്തിച്ചത്. ദുരന്തത്തിൻ്റെ മുൻപിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ ഓരോ കരവും നീട്ടുമ്പോൾ നമുക്ക് അവരുടെ വല്ലാത്ത ബഹുമാനവും ആദരവും തോന്നി. വ്യത്യസ്ത കൊടികളുടെ കീഴിൽ അണിനിരക്കുമ്പോഴും ഒരേ മനസ്സോടെ രക്ഷാപ്രവർത്തനത്തിലും ദുരിതബാധിതർക്കുള്ള സഹായം എത്തിക്കുന്നതിലും അവർ മുന്നിട്ട് നിന്നു. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളിലെ യുവാക്കൾ എവിടെ എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായിരുന്നു വയനാട്ടിൽ നടന്നത്. നമ്മുടെ യുവജന സംഘടനകൾ അവരുടെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എന്താണ് ചെയ്യുന്നത്, പറയുന്നത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അതിനുള്ള ഉത്തരം കൂടിയാണ് വയനാട്ടിലെ ഈ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള കാഴ്ചകൾ. തിരച്ചിലിൽ തുടങ്ങി ഇവിടുത്തുകാർക്ക് എല്ലാ സഹായവുമായി സമസ്ത മേഖലയിലും അവരുണ്ട്. പല വഴികളായി പിരിഞ്ഞൊഴുകുന്ന പുഴ പോലെ യുവസംഘടനകൾ എമ്പാടുമുണ്ട് കേരളത്തിൽ. വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങൾ, കൊടികൾ, നിറം അതെല്ലാം മാറ്റിവെച്ച് മണ്ണിൽ മനുഷ്യനെ തേടിയും സഹായത്തിൻ്റെ പല രൂപങ്ങൾ കാട്ടിയും അവരെല്ലാം ഒന്നിച്ചു നിൽക്കുന്നു. ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ്, AYF, സേവാഭാരതി, SKSSF, SYS സാന്ത്വനം, ശ്രേയസ് ടീം, അങ്ങനെ എണ്ണമറ്റ സംഘടനകളുടെ വളണ്ടിയർമാർ ദുരന്തം പൊട്ടിയൊലിച്ചൊഴുകിയെത്തിയ ആ രാത്രി മുതൽ ഇന്നോളം രാപ്പകൽ ഭേദമന്യേ ഒരേ മനസ്സോടെയുണ്ട്. യൂണിഫോമിൽ മാത്രം മാറ്റം. ഓരോ വളണ്ടിയർമാർക്കും ഇവിടെ നിന്നും നീറുന്ന എത്രയോ കാര്യങ്ങൾ പറയാനുണ്ടാകും. അതിനേക്കാൾ ഉപരി ഇവരുടെ സഹായം ലഭിച്ച ഈ പരിശ്രമം കാണുന്നവർക്കും പറയാനുണ്ട്. എല്ലാവരും കൂടി ഒത്തൊരുമിച്ച്, നമ്മൾ മലയാളികൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഇവരാണ് ഒരു സംഘടന. അത് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ ഇത്. ഇതിൽ നമ്മൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് അഭിമാനിക്കാം. പല രാഷ്ട്രീയത്തിൻ്റെ ഇതിലാണെങ്കിലും ഇവിടെ അതൊന്നും ഒരു വേർതിരിവുമില്ലാതെ എല്ലാം ഒരു മനസ്സോടെ, ഒരു ശരീരത്തോടു കൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഈ ദുഃഖത്തിനിടയിൽ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം പകരുന്ന കാഴ്ചയാണ്, സമാധാനമാണ്. ഇനിയും കണ്ടെത്താനുള്ളവരെ വലിയ പാറക്കെട്ടുകൾക്കിടയിലും മണ്ണിലും തിരഞ്ഞ് ഓരോ സംഘടനയിലുമായി നൂറുകണക്കിന് പ്രവർത്തകർ. ദുരിതബാധിതർക്കായി റിലീഫ് സെന്ററുകൾ, ക്യാമ്പുകളിൽ സഹായത്തിന് പ്രവർത്തകർ, മൃതദേഹം സംസ്കരിക്കുന്ന സ്ഥലത്തു മുതൽ ചായ കൊടുക്കുന്നതിൽ വരെ കൃത്യമായ സംഘാടനം. ഉദ്യോഗസ്ഥരുടെ ഒരു വിളിക്കപ്പുറം എന്ത് സഹായവും ചെയ്യാനുള്ള മനസ്സുമായി കരങ്ങൾ. മനുഷ്യരെന്ന ഒരൊറ്റ ചിന്ത മാത്രം നയിക്കുന്ന നേരങ്ങൾ മുന്നോട്ട്. ഒന്നിക്കേണ്ട ഏതൊരു ഘട്ടത്തിലും നനഞ്ഞ തൂവൽ പോലെ ഒന്നാകുന്നു എന്നതാണ് ഈ നാടിൻ്റെ മുഖമുദ്ര. ആദ്യം അതിജീവനം, ബാക്കിയെല്ലാം പിന്നെ എന്ന് ചിന്തിക്കുന്ന ഈ മനസ്സുകളെ സല്യൂട്ട്. വയനാട്ടിൽ നിന്ന് ക്യാമറമാൻ VS രാഹുലിനൊപ്പം വിപിൻ C. വിജയൻ, 24. താങ്ക് യു വിപിൻ C. വിജയൻ.